താമരശ്ശേരി ഷഹബാസ് വധക്കേസ് പ്രതികളായ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ലെന്ന് ആഹ്വാനം ചെയ്തുള്ള KSU പ്രതിഷേധം അവിടെ പുരോഗമിക്കുകയാണ്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചിരുന്നത്. MSF ആണ് പ്രതിഷേധം നടത്തുന്നത്. വിശദാംശങ്ങളുമായി ബെൻസൺ ചേരുന്നുണ്ട്. ബെൻസൺ, പ്രതിഷേധം എത്തരത്തിലാണ് അവിടെ പുരോഗമിക്കുന്നത്? വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ അനുവദിക്കുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇന്ന് രാവിലെ KSUവിന്റെ നേതൃത്വത്തിൽ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുമ്പിലെത്തി പ്രതിഷേധം ഉണ്ടായിരുന്ന പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ KSUവിന്റെ MSFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരുന്നത്. അവരും സമാന രീതിയിൽ തന്നെ ഈ ഒരു ഒബ്സർവേഷൻ ഹോമിന് മുമ്പിലെത്തുകയും പോലീസുമായി വാക്കേറ്റവും തുടർന്ന് സംഘർഷവും ഉണ്ടാകുന്നു. അങ്ങനെ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമുണ്ടായിരുന്നു ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇന്നും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ ഈ വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിന് സമീപത്തായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഈ പരീക്ഷ എഴുതിക്കാതിരിക്കാനുള്ള അത് നിയമം അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന പ്രതിഷേധങ്ങളെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസ് തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ എത്തുന്ന പ്രതിഷേധക്കാരെ എല്ലാവരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പരീക്ഷയുടെ ആദ്യ ദിനമായ തിങ്കളാഴ്ച തുടർച്ചയായി പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഓരോ ഘട്ടങ്ങളിലായി 12:30 വരെ, പരീക്ഷ അവസാനിക്കുന്ന 12:30 വരെ തുടർച്ചയായി MSF, KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. സമാന രീതിയിൽ തന്നെ ഇന്നും 12:30 ആകുന്നത് വരെ, അല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷ അവസാനിക്കുന്നത് വരെ തുടർച്ചയായി ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 6 മണി മുതൽക്ക് തന്നെ ഇത്തരത്തിൽ പോലീസിന്റെ സന്നാഹം ഇവിടെയുണ്ട്. ഈ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്ന ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് നീതികേടാണ് എന്ന് കുടുംബമടക്കം ഷഹബാസിന്റെ പിതാവടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. എന്നാൽ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദമുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ഈ 10 ദിവസവും പരീക്ഷ നടക്കുന്ന മുഴുവൻ ദിവസവും സമാന രീതിയിൽ പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ സമാന രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇത്തരത്തിൽ സംഘർഷഭരിതമായിരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോം ഇത്തരത്തിൽ സമാന രീതിയിൽ തന്നെ സംഘർഷഭരിതമാവാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ 9:30 കൂടിയാണ് പരീക്ഷ ആരംഭിക്കുക. വിദ്യാർത്ഥികൾ, ഈ പ്രതികളായ 6 വിദ്യാർത്ഥികളും എനിക്ക് പിന്നിൽ കാണുന്ന ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലാണ് ഉള്ളത്. അതിനുള്ളിൽ തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ച ഇടത്താണ് അവർക്ക് SSLC പരീക്ഷ എഴുതാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ അതിനുള്ളിൽ 9:30 കൂടി തന്നെ SSLC പരീക്ഷയുടെ 2ാം ദിനമായ ഇന്ന് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധം ഈ ഹോമിന് പുറത്ത് സമാന രീതിയിൽ തന്നെ വിവിധ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടന നേതൃത്വത്തിലുള്ള പ്രതിഷേധവും ഈ രീതിയിൽ തന്നെ തുടരും.